കർത്താവിൽ പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ ദിനനാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യമായി എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങളെ സംസാരിപ്പാൻ തക്കവണ്ണം എന്നെ സഹായിച്ച സ്വർഗത്തിലെ ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി കരയേറ്റുന്നു. ഇന്ന് കനാനിലേക്ക് യാത്ര പുറപ്പെടുന്നതായ ദൈവജനത്തെയും ചെങ്കടലിനെ വിഭജിച്ചുകൊണ്ടുള്ളതായ അവരുടെ മോചനത്തെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. മിസ്രൈമിൽ അടിമത്വത്തിൽ പാർത്തിരുന്നതായ ജനങ്ങളെ വിടുവിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് 10 ബാധകൾ അവരുടെ മേൽ അയക്കുകയും അതിലെ അവസാനത്തെ ബാധയായി കടിഞ്ഞൂൽ സംഹാരകം വരുത്തി അവരെ കഠിനമായി വേദനിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആ വേദനയിലൂടെ ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുകയാണ്. ആ ഇസ്രായേൽ ജനങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നും യാത്ര പുറപ്പെടുകയാണ്. ആദരമായിട്ട് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമുക്ക് 12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനങ്ങൾ അവരുടെ വിടുതലുമായി ബന്ധപ്പെട്ട മിസ്രയിൽ നിന്ന് വിടിപ്പിക്കപ്പെട്ടുകൊണ്ട് മോശയുടെ നിർദ്ദേശപ്രകാരം അവൻ്റെയും അഹരോൻ്റെയും നേതൃത്വത്തിൽ ആ ജനം അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഇവർ യാത്ര പുറപ്പെട്ടതായ സമയം മുതൽ ഇസ്രായേൽ ജനങ്ങൾ സംരക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രത്യേകമായിട്ട് അവർക്ക് മുമ്പായിട്ട് യാത്ര ചെയ്യുകയും അവരെ വിടുവിക്കുകയും ചെയ്തായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ യാത്രയ്ക്ക് മുമ്പായിട്ട് ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് ധാരാളമായിട്ടുള്ളതായ വസ്തുവകകൾ അവർ കടമായി സംഭരിച്ചുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് കടന്നു പോകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലെ 12-ാം അധ്യായത്തിൻ്റെ 35-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 35-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ മോശയുടെ വചനമനുസരിച്ച് മിസ്രൈമ്യരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രൈമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെ മിസ്രൈമ്യർ അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രൈമ്യരെ കൊള്ളയടിച്ചു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമ്യരോട് ചോദിച്ചതെല്ലാം അവർക്ക് കൊടുത്തു. കാരണം ഇനിയും ഇസ്രായേൽ ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യമൊന്നും മാത്രമല്ല, മിസ്രൈമിലെ അനേകർ ജനങ്ങളും അഹരോനെയും അതുപോലെ മോശയെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് അവർ കഴിയുന്നതും വേഗം ഞങ്ങളെ വിട്ട് പോകട്ടെ എന്ന് മിസ്രൈമിലെ ജനങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവർ ചോദിച്ചതായ വസ്തുക്കളൊക്കെയും അവർക്ക് ധാരാളമായിട്ട് കൊടുത്തു. ഇങ്ങനെ വലിയൊരു സമ്പാദ്യവുമായിട്ടാണ് ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്നും കാനാനിലേക്ക് പുറപ്പെടുന്നത്. ഇങ്ങനെ ദൈവം മോശ മുഖാന്തരം കൽപ്പിച്ച് അവയൊക്കെയും മിസ്രൈമിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുവാനും കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടവരുത്തിയതിന് കാരണമുണ്ട്. കഴിഞ്ഞ 340 വർഷങ്ങളായിട്ട്
അടിമത്വത്തിൽ കഴിഞ്ഞുകൂടിയിരുന്നതായ, അത് 430 വർഷങ്ങളിലായിട്ട് അടിമത്വത്തിൽ കഴിഞ്ഞുകൂടിയിരുന്നതായ ഈ ജനത്തെ കഠിനമായി അടിമവേല ചെയ്യിച്ച് കഷ്ടപ്പെടുത്തി അവരെ കൊണ്ട് വലിയ പട്ടണങ്ങൾ പണിയുവാനും അതുപോലെ തന്നെ അവിടെയുള്ളതായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും വയലിലെ ജോലികൾ ചെയ്യുവാനും തക്കവണ്ണം ഇടവരുത്തി. അങ്ങനെ കഷ്ടത അനുഭവിച്ചതായ ഈ ജനത്തിന് അവർ ചെയ്തതായ കഠിന അധ്വാനത്തിന് വേലകൾക്ക് യാതൊരു കൂലിയും ലഭിച്ചിരുന്നില്ല. ആഹാരവും ആവശ്യത്തിന് ശിക്ഷണവും ഉപദ്രവങ്ങളുമായിരുന്നു അവർക്ക് പാരിതോഷികമായിട്ട് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് ഈ 430 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായി ആ മിസ്രൈമിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടുന്ന വിഹിതം അവരുടെ അത് കൂലിയായിട്ട് ഇതൊക്കെയും അവിടെ നിന്ന് കൊണ്ടുപോരണം എന്ന് ദൈവം ആഗ്രഹിച്ചു എന്നുള്ളതാണ് ഈ സത്യം. അതുകൊണ്ടാണ് ഇവരോട് കൽപ്പിച്ചത് പ്രകാരം അവയൊക്കെയും വാങ്ങിക്കൊണ്ട് പോകേണ്ടതിന് ദൈവം അവർക്ക് ഇടവരുത്തിയത് എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. അത് ഇസ്രായേൽ ജനങ്ങൾ അവിടെ നിന്നും ബന്ധപ്പെട്ട് പുറപ്പെടുകയാണ്. അവിടെ നിന്ന് പുറപ്പെട്ടതായ ജനം അത് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് കുട്ടികളും സ്ത്രീകളും കൂടാതെ 6 ലക്ഷത്തോളം പുരുഷന്മാരുണ്ടായിരുന്നതാണ്. അപ്പോൾ 6 ലക്ഷത്തോളം പുരുഷന്മാർ എന്ന് നമ്മൾ പറയുമ്പോൾ മിസ്രൈമിൽ വന്നതായ യാക്കോബിൻ്റെ കുടുംബം 70 പേരെന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 70 പേരായിട്ട് മിസ്രൈമിൽ കടന്നു വന്നതായ ജനം ഉപദ്രവത്തിൻ്റെയും കഷ്ടതയുടെയും സാഹചര്യങ്ങളിലും അവർ വർദ്ധിച്ചു പെരുകി 6 ലക്ഷത്തോളം പുരുഷന്മാർ മാത്രമുള്ളതായ വലിയൊരു ജനാവലിയായി തീർന്നു. അങ്ങനെ 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അവരുടെ ആടുമാടുകളും സമ്പത്തുകളും ഒട്ടകങ്ങളും കന്നുകാലികളും എല്ലാം അടക്കം അവരിങ്ങനെ ഒരു യാത്ര പുറപ്പെടുകയാണ് കനാനിലേക്ക്. ഈ കനാനിലുള്ള യാത്രയിൽ പുറപ്പെടുന്നതായ ജനത്തിന് ദൈവം സംരക്ഷണത്തിനായിട്ട് അവർക്ക് മുൻപിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനത്തെ യാത്ര ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എളുപ്പ വഴിയിൽ കൂടെ കൊണ്ടുപോയാൽ ഇസ്രായേൽ ജനങ്ങളുടെ ശത്രുക്കൾ മുഖാന്തരം അവർ യുദ്ധം നേരിടുകയും അപ്പോൾ തന്നെ ഇസ്രായേൽ ജനം ഭയന്ന് പിന്തിരിഞ്ഞു ഓടുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ദൈവം അവരെ ആ വഴിക്ക് കൂട്ടിക്കൊണ്ടു പോകാതെ മറ്റൊരു വഴിയായിട്ട് ചുറ്റി മരുഭൂമി വഴി കറങ്ങിപ്പോകുവാൻ ചെങ്കടൽ വഴിയായുള്ള യാത്രയിലേക്ക് അവരെ തിരിച്ചുവിടുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. അങ്ങനെ ഇവിടെ പുറപ്പാട് പുസ്തകം 13 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ പറഞ്ഞ് ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പം എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു എന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യുദ്ധസന്നദ്ധരായി പുറപ്പെടുന്നതായ ഈ വലിയൊരു ജനാവലി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരവിടെ നിന്ന് മിസ്രൈമിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവിടെ വെച്ച് യോസഫ് തൻ്റെ പ്രിയപ്പെട്ടവരോട് സത്യം ചെയ്യിച്ചതുപോലെ യോസഫിൻ്റെ അസ്ഥികൾ കൂടെ അവർ എടുത്തുകൊണ്ട് കനാൻ ദേശത്തിലേക്ക് യാത്ര പുറപ്പെടുകയായിരുന്നു ചെയ്തത്. ഇവർ സൂക്കോത്തിൽ നിന്നും യാത്ര തിരിച്ച് മരുഭൂമിക്കരികെ യദാമിൽ പാളയമിറങ്ങി അവർ രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് ദൈവം പ്രത്യേകമായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കുകയാണ്. പകൽ മരുഭൂമിയിൽ കൂടെയുള്ള യാത്ര വളരെ കഠിനമായിരുന്നു. അതുകൊണ്ട് പകലുള്ളതായ ഉഷ്ണത്തെ അതിജീവിക്കുവാൻ, സൂര്യതാപത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം പകൽ മേഘസ്തംഭവും, രാത്രികാലങ്ങളിൽ അവർക്ക് പകൽ പോലെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അഗ്നിസ്തംഭവും അവർക്ക് മുകളിൽ കൂടെ ഇങ്ങനെ ദൈവം വിരിച്ച് അവരെ
പരിപാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. എന്നാൽ ഈ മേഘത്തിലും അതുപോലെ തന്നെ അഗ്നിയിലും മുമ്പായിട്ട് ദൈവം ഇസ്രായേലിന് മുമ്പേ പരിപാലനം ചെയ്തുകൊണ്ട് യാത്ര ചെയ്തു. അവർ മേഘത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു, ദൈവമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ഇസ്രായേൽ ജനങ്ങളെ വഴി നടത്തിയത് മോശയാണെങ്കിലും അവരോടൊപ്പം അവർക്ക് മുമ്പായി ദൈവം സഞ്ചരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവരെ പരിപാലിക്കപ്പെട്ട് ശരിയായ വഴിയിൽ കൂടെ അവരെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇസ്രായേൽ ജനങ്ങളെ വിട്ടയക്കുന്നതിൽ വളരെയധികം ഭാരപ്പെടുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അതിൽ ഇസ്രായേൽ ജനങ്ങളെ അയ്യോ ഞാൻ വിട്ടയച്ചല്ലോ, ഈ ജനത്തെ വിട്ടയച്ചതിൽ വളരെയധികം കഷ്ടനഷ്ടങ്ങളും വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ജനത്തെ വീണ്ടും അടിമകളാക്കി കൊണ്ടുവന്നാലോ, അവരെ വിടുവാൻ പാടില്ല എന്ന് മോശ ചിന്തിക്കുകയും അവരുടെ ഹൃദയം കഠിനപ്പെടുകയും ചെയ്യുന്നതായിട്ട് ദൈവം മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞത് പ്രകാരം അവരുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. യഹോവ 14-ാം അധ്യായം പറയുന്നത്, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോദിനും കടലിനും മധ്യേ ബാൽസെഫോന് സമീപമുള്ള പീഹോരത്തിനരികെ പാളയം ഇറങ്ങിയും അപ്പോൾ നിങ്ങളവിടെ മരുഭൂമിയിൽ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ഫറവോൻ നിങ്ങളെ പിടിക്കുവാൻ തക്കവണ്ണം അവിടെ സൈന്യങ്ങളുമായിട്ട് വരും എന്ന് യഹോവ അവരെ അറിയിക്കുന്നു. അതനുസരിച്ച് അവർ യാത്ര ചെയ്യുകയാണ്. വളരെ ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് മിസ്രയീം സൈന്യം ഇസ്രായേൽ ജനങ്ങളെ പിന്തുടരുവാൻ തക്കവണ്ണം ഫറവോൻ തീരുമാനമെടുക്കേണ്ടതിന് ദൈവം ഫറവോൻ്റെ മേൽ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ ഫറവോൻ്റെ മേൽ ദൈവിക പ്രവർത്തനമുണ്ടായിട്ട് അവിടെ നിന്ന് വിടുവിച്ചതായ ജനത്തെ പിന്തുടർന്ന് അവരെ പിടിക്കുവാൻ തക്കവണ്ണം രാജാവ് അല്ലെങ്കിൽ ഫറവോൻ തീരുമാനിക്കുകയാണ്. ഇവിടെ ഫറവോൻ്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രയീം അവർ പിന്തുടർന്നു. കടൽക്കരയിൽ ബാൽസെഫോന് സമീപമുള്ള പീഹഹീരോത്തിന് അരികെ അവർ പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ അവരുടെ അടുത്ത് ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ അവിടെ തല ഉയർത്തി നോക്കുകയാണ്. ഇസ്രായേൽ ജനങ്ങളിങ്ങനെ അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മുൻപോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻപിൽ ചെങ്കടൽ അവർക്ക് മുമ്പായിട്ട് നിലനിൽക്കുകയാണ്. മിസ്രയീം സൈന്യം, ഫറവോൻ്റെ സൈന്യം യുദ്ധസന്നദ്ധരായി കുതിരകളും രഥങ്ങളുമായിട്ട് ഇസ്രായേൽ ജനങ്ങളെ പിന്തുടരുകയാണ്. ഒരുപക്ഷെ ഈ ഇസ്രായേൽ ജനങ്ങൾ മിസ്രയീമിൽ നിന്നും ഇങ്ങനെ പുറപ്പെട്ടു പോയത് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ഫറവോൻ 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ 3 ദിവസത്തെ യാത്രകൾക്ക് ശേഷമാണ് അവർക്ക് യഥാർത്ഥമായിട്ട് ഈ മിസ്ര ജനങ്ങളെ പിന്തുടരുവാനുള്ളതായ ചിന്താഗതികൾ ഉണ്ടാകുന്നത്. അങ്ങനെ പിന്തുടർന്നു പോകുന്നതായ ആ ജനത്തെ കണ്ട് ഭയപ്പെടുന്നതായ ഇസ്രായേൽ ജനത്തെ നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. മുൻപ് ചെങ്കടൽ, പിന്നിൽ ഇസ്രായേൽ ജനം, ആ ഇസ്രായേൽ ജനത്തിൻ്റെ പിൻഭാഗത്തായിട്ട് ഫറവോനും സൈന്യവും അവരെ ആക്രമിക്കേണ്ടതിനും പിടിക്കേണ്ടതിനും കൊല്ലേണ്ടതിനും അവർ യുദ്ധസന്നദ്ധരായി കടന്നു വരികയാണ്. അപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ അവർ തല ഉയർത്തി നോക്കി. അവരെല്ലാവരും ഭയവിഹ്വലരായി ആ ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. ആ ദൈവത്തോടുള്ള നിലവിളി കേട്ടിട്ട് ആ ദൈവത്തോട് നിലവിളിക്കുകയും മോശയുടെ അഹരോൻ്റെയും മുമ്പിൽ അവർ പരാതിപ്പെടുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അതിവിടെ പുറപ്പാട് ദിവസം 14-ന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ
മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്നതായ രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. അതാണ് ആമുഖമായിട്ട് നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാൻ തക്കോണം മുഖാന്തരമായി തീർന്നത്. ഇന്ന് കണ്ട മിസ്രൈമ്യരെ നിങ്ങൾ ഒരിക്കലും കാണുകയില്ല, ധൈര്യപ്പെടുവിൻ, ഉറച്ചിരിക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ മോശയോട് ദൈവം അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് നിന്റെ ജനത്തെയും കൊണ്ട് പോകുക. ഇവിടെ ഇസ്രായേൽ ജനത്തെ വഴി നടത്തുന്നതായ ആ മേഘസ്തംഭവും അഗ്നിസ്തംഭത്തിലും ദൈവം സഞ്ചരിച്ചിരുന്നു. ഇങ്ങനെ സഞ്ചരിച്ചിരുന്നതായ മേഘത്തിൽ സഞ്ചരിച്ചിരുന്ന ഈ ദൂതൻ ഇപ്പോൾ പുറകുവശത്തേക്ക് വരികയും ഇസ്രായേൽ ജനങ്ങളെ പിടിക്കുവാൻ തക്കവണ്ണം മിസ്രൈമ്യർ തൊട്ടടുത്തു എന്ന് അറിഞ്ഞിട്ട് അവിടെ വെച്ച് മിസ്രൈമ്യരുടെ പട്ടാളത്തിനും സൈന്യത്തിനും അന്ധകാരം വരുത്തി അവർക്ക് മുൻപോട്ട് സഞ്ചരിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ലാതെ ആ ഇരുളിൽ തപ്പുന്നതായ അവസ്ഥ കാണുവാൻ തക്കവണ്ണം. എന്നാൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം അഗ്നിസ്തംഭം ഒരുക്കി അവർ പകലെന്ന പോലെ യാത്ര ചെയ്ത് മുന്നോട്ട് കടന്നു പോകുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇസ്രായേൽ ജനം വളരെ വേദനപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ്. ഇസ്രായേൽ ജനങ്ങളുടെ മുൻവശത്ത് ചെങ്കടലും പിൻവശത്ത് മിസ്രൈം ജനവുമാണ്. ഇരുവശങ്ങളിലും മണലാരണ്യവും മലകളും പർവ്വതങ്ങളുമായി നിറഞ്ഞിരിക്കുന്നു. അവർക്ക് മുൻപോട്ടോ പിൻപോട്ടോ പോകുവാൻ തക്കൊണ്ട് സാധ്യമല്ല. ഇനി എന്ത് ചെയ്യണം? ജനങ്ങൾ വളരെ നിരാശപ്പെടുകയാണ്, ജനങ്ങൾ വേദനപ്പെടുകയാണ്. എന്നാൽ അവർക്ക് വേണ്ടി ഒരു വഴി തുറക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അവർ ഉയരങ്ങളിലേക്ക് നോക്കണമായിരുന്നു, അവർ ദൈവത്തോട് നിലവിളിക്കണമായിരുന്നു. അതവർ ചെയ്തു. തീർച്ചയായിട്ടും അവർക്ക് രക്ഷയ്ക്കുള്ള വഴി ദൈവം ഒരുക്കിയെന്നാണ്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒരു ആത്മീക സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കും. ഈ ലോകത്തിലെ നിരവധി കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും പരീക്ഷകളുടെയും മധ്യേ നമ്മൾ അകപ്പെടുമ്പോൾ മുന്നോട്ടും പുറകോട്ടും വശങ്ങളിലേക്കും ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് എല്ലാ വഴികളും അടയ്ക്കപ്പെട്ടിരിക്കുന്നുവല്ലോ, ഞങ്ങളെങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കും എന്നുള്ളതായ, ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളതായ നിരാശയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നതായ ഒരു കവാടമുണ്ട്, നമുക്ക് തടസ്സമില്ലാത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറയപ്പെടുന്നത് സ്വർഗത്തിലെ ദൈവത്തെ നോക്കുക എന്നുള്ളതാണ്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം സ്വർഗത്തിലെ ദൈവത്തെ നോക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മെ വിടുവിക്കുകയും അവനെ വിടുവിക്കേണ്ടതായ ഈ കഷ്ടതകളിൽ നിന്ന് നമ്മെ മാറ്റുവാൻ തക്കവണ്ണുള്ളതായ അനുഗ്രഹം നമുക്ക് നൽകുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചു, ദൈവം അവിടെ നിലവിളി കേട്ടു. മോശ മുഖാന്തരം ഇസ്രായേൽ ജനങ്ങളെ വഴി നടത്തി ചെങ്കടലിനരികെ എത്തിയപ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ മോശ തൻ്റെ വടി നദിയിലേക്ക് നീട്ടുകയാണ്. അപ്പോൾ ഒരു കിഴക്കൻ കാറ്റടിപ്പിക്കുകയും ആ കടലിലെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. കടലിലെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റി ജനം വളരെയധികം സന്തോഷമുള്ളവരായി തീർന്നു. അവർ സന്തോഷസമേതരായി ആ കടലിൽ കൂടെ ഉണങ്ങിയ നിലത്തുകൂടെ അവർ യാത്ര ചെയ്തു. ഈ ചെങ്കടൽ ഇപ്പോൾ വറ്റിപ്പോയത് കാരണം അവർ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ച പ്രതീതിയോടുകൂടെ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകുന്നതായിട്ട് കണ്ടെത്തുവാൻ സാധിക്കുകയാണ്. 6 ലക്ഷം പുരുഷന്മാരും അവരോടൊപ്പമുള്ള സ്ത്രീകളും കുട്ടികളും അവരുടെ എല്ലാവിധമായ മൃഗസമ്പത്തുകളുമായി അവർ ഇങ്ങനെ യാത്ര ചെയ്ത് കടന്നു പോവുകയാണ്. എല്ലാവരും അക്കരെ എത്തിച്ചേർന്നു. എല്ലാ പ്രിയപ്പെട്ടവരും, എല്ലാ ഇസ്രായേലിലെ കന്നുകാലികളും കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാവരും ഈ കടലിന് അക്കരെ എത്തിക്കഴിഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്യുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. ഇപ്പോൾ ഇസ്രായേൽ ജനം രക്ഷപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള ധാരണയിൽ വളരെയധികം ആവേശത്തോടുകൂടെ ഈ മിസ്രൈം സൈന്യം ഇസ്രായേലിനെ പിന്തുടരുകയാണ്.
രാത്രി കഴിഞ്ഞ് പ്രഭാതമായപ്പോൾ അവർ വേഗത്തിൽ ഈ കടൽക്കരയുടെ അടുക്കലേക്ക് വരുന്നു. കടൽക്കരയിൽ വന്നതായ ജനം ആ യാത്രയിൽ, അവരുടെ വേഗത്തിലുള്ള യാത്രയിൽ കുതിരകളുടെയും രഥങ്ങളുടെയും യാത്രകൾ ഒക്കെയും ചിഹ്നിപ്പിക്കുകയും അവരുടെ യാത്രകൾ ചിന്നാഭിന്നമായി പോവുകയും അവർ വിഖുലനായി ചിന്നിച്ചിതറുകയും ചെയ്തതായിട്ടാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നത്. എങ്കിലും എല്ലാ സൈന്യവും, ഫറവോൻ്റെ സൈന്യവും മൊത്തമായിട്ട് അവിടെ ചെന്നിറങ്ങി. അപ്പോൾ നദിക്കുള്ളിൽ എല്ലാവരും എത്തിച്ചേർന്നു എന്ന് ഈ ചെങ്കടലിനുള്ളിൽ എല്ലാ ജനവും എത്തിച്ചേർന്നു. എല്ലാ മിസ്രൈമ്യരും അവിടെ വന്നു, സൈന്യവും എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മോശ തൻ്റെ വടി വീണ്ടും ആ നദിയിലേക്ക് നീട്ടുകയും ചെങ്കടൽ വീണ്ടും ഒരുമിച്ച് ചേരുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മിസ്രൈമിലെ ഫറവോൻ്റെ സൈന്യം പൂർണ്ണമായിട്ടും അതിൽ മുങ്ങി എന്നേക്കുമായിട്ട് മരണപ്പെടുകയാണ് ചെയ്തത്. ഇങ്ങനെ ഏതൊരു വിധമായ യുദ്ധവും കൂടാതെ ഇസ്രായേൽ ജനങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം യുദ്ധം ചെയ്തുകൊണ്ട് ആ ജനത്തെ സംരക്ഷിതമായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ടാണ് നാം വായിച്ചു കേട്ടതുപോലെ ഇസ്രായേൽ ജനങ്ങളെ, നിങ്ങൾ ഭയപ്പെടരുതോ, നിങ്ങൾ ഉറച്ചിരിപ്പിൻ, ഇന്ന് ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കാണിക്കുവാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കാണുവാൻ സാധിക്കും. ഇന്ന് കണ്ടതായ മിസ്രൈമ്യരെ ഇനി നിങ്ങൾ ഒരിക്കലും കാണുകയില്ല എന്ന് പറഞ്ഞു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവമായ കർത്താവ് ഈ ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയ ദൈവമക്കളെ, വളരെയധികം ഭാരങ്ങളിലും പരീക്ഷകളിലും അകപ്പെട്ട് സാത്താൻ നമ്മോട് യുദ്ധം ചെയ്യുമ്പോൾ, സാത്താനും സാത്താൻ്റെ സൈന്യവും ദൈവജനത്തോട് യുദ്ധം ചെയ്യുമ്പോൾ, നമ്മോട് പോരാടുമ്പോൾ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പോരാടുന്നതായ ഒരു ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൈന്യമുണ്ടോ? തീർച്ചയായിട്ടും അവൻ നമുക്ക് വേണ്ടി പോരാടുകയും സാത്താനെയും സാത്താൻ്റെ സൈന്യത്തെയും അത് എന്നേക്കുമായി തോൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കഷ്ടതകളിൽ നിന്ന്, നമ്മുടെ പരീക്ഷകളിൽ നിന്ന് വെടിയിപ്പാൻ തക്കൊണ്ട് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന സ്വർഗീയ പിതാവ് ദൈവമേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം അവിടുത്തെ വചനങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ തക്കോണം കർത്താവ് സഹായിച്ചുവല്ലോ. മിസ്രൈമിൽ നിന്ന് വിടിയിക്കപ്പെട്ടതായ ജനത്തെ അത്ഭുതകരമായിട്ട് ചെങ്കടലിനെ വിഭജിച്ച് അവരെ സുരക്ഷിതരാക്കി മോചിപ്പിക്കപ്പെട്ടതായ ദൈവകൃപ, ദൈവമേ, ഞങ്ങൾ മനസ്സിലാക്കുന്ന ആ ദൈവകൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ട് സാത്താൻ്റെ അടിമത്തിൽ നിന്ന് വിടിവിച്ച് ഞങ്ങൾ രക്ഷിപ്പാൻ തക്കോണം അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമെന്ന് അടികൾക്ക് വേണ്ടി ജീവൻ വിടിഞ്ഞ കർത്താവ് യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ അടികൾ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവ് ദൈവമേ, ആമേൻ.